നമ്മളിങ്ങനെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കേട്ടില്ലേ, നമുക്ക് കൂടുതൽ വരുന്നു. നമ്മളൊരു കുഞ്ഞു കുട്ടീൻ്റെ അടുത്ത് ഒരു മിഠായി കൊടുത്തു, അപ്പൊ ആ കുട്ടി ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെന്റോടെ വാങ്ങിയിട്ട് ഒക്കെ ഓടുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും ആ കുട്ടിക്ക് കൊടുക്കാൻ തോന്നും. അങ്ങനെയാണ് യൂണിവേഴ്സ്. അതായത് ഇപ്പൊ +1 +2 കുട്ടികൾ അവരൊക്കെ ഇത് പഠിച്ചാൽ അവർക്ക് എന്ത് ഗുണമായിരിക്കും? ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത് ലവ് ആൻഡ് ലൈറ്റ് ആണ് ഒരാളുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ലവ് ആൻഡ് ലൈറ്റ് നമ്മളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേർവഴിക്ക് പോകും, നമ്മൾ എഡിക്ഷൻസിലേക്ക് പോവില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 10 വയസ്സുള്ള കുട്ടി മുതൽ നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊന്നും അവരോട് ഇത് ചെയ്യ് അത് ചെയ്യ് പറയണ്ട, കാരണം റേക്കി കൂടെ ഉണ്ട്. ഒരു കവചകുണ്ടലും, ഈ കർണന്റെ കവചകുണ്ടലും പോലെ റേക്കി എനർജി കൂടെ നിൽക്കുക. ഇത് പോകുമ്പം ഇത് വേണ്ട. നമ്മളിപ്പം ഞാൻ പറഞ്ഞ മാതിരി റേക്കി എനർജി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കാമാവും, ഒരു ഹാർമോണിയസ് സ്റ്റേജിലായിരിക്കും നമ്മൾ 7 ചക്രാസിനെ അത് വെക്കുക. അപ്പോൾ തന്നെ നമ്മൾ കാമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കത് വൃത്തിയിൽ പോയിട്ട് നമ്മൾ പഠിച്ച കാര്യം ഒരു 10% ആണ്. ആ 10% നമുക്ക് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടി ഒരു 20 മിനിറ്റ്, രാവിലെ 10 മിനിറ്റ്, വൈകുന്നേരം 10 മിനിറ്റ്, ഇത് നമ്മൾ ലൈഫിൽ മാറ്റി വെക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഒരാൾ എന്താണ് ചെയ്യുക? ഹോപ്പനോപന പറയുമ്പോൾ എന്താ വെച്ചാൽ ഐ ലവ് യു, ഐ എം സോറി, താങ്ക് യു ഒക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള സാധനങ്ങൾക്കെല്ലാം ഇപ്പം നമുക്കൊരു ചെറിയ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കേട്ടില്ലേ, നമുക്ക് കൂടുതൽ വരുന്നു. നമ്മളൊരു കുഞ്ഞു കുട്ടീൻ്റെ അടുത്ത് ഒരു മിഠായി കൊടുത്തു, അപ്പൊ ആ കുട്ടി ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെന്റോടെ വാങ്ങിയിട്ട് ഒക്കെ ഓടുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും ആ കുട്ടിക്ക് കൊടുക്കാൻ തോന്നും. അങ്ങനെയാണ് യൂണിവേഴ്സ്. അപ്പൊ നമുക്കൊരു കാര്യം തന്നു, കുട്ടി ശരി എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു വില ഇല്ലാണ്ടിട്ട പോകുന്നത് നമ്മളാണെങ്കിൽ നമുക്ക് എന്താ വന്ന ഇവിടെ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അതാണ് ശരിക്കും യൂണിവേഴ്സും അങ്ങനെ തന്നെയാ. നമുക്കൊരു കാര്യം തരും, അത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് ഇതെനിക്ക് കിട്ടിയെന്ന് ഒരുപാട് നന്ദി അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നല്ലതാ നമ്മളിലേക്ക് വരിക. അല്ലാന്നുണ്ടെങ്കിൽ മതി ഇവിടെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഇഷ്ടമായ ആൾക്കാർ കൊടുക്കാൻ പാകത്തിനുണ്ട്. അതെ മാഡം ഇപ്പൊ പറഞ്ഞു ഇങ്ങനെ നമ്മള് സ്വയം നന്ദി അല്ലെങ്കിൽ സെൽഫ് ലവ് ഒക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് യൂണിവേഴ്സ് തരുമെന്ന് പറയുന്നു. ഇത്തരം ഇപ്പം ഇതെല്ലാം പഠിക്കുന്നത് സ്റ്റുഡൻസോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പല രീതിയിലായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പം ഏജ്, അതായത് ഇപ്പൊ +1 +2 കുട്ടികൾ അവരൊക്കെ ഇത് പഠിച്ചാൽ അവർക്ക് എന്ത് ഗുണമായിരിക്കും ഉണ്ടാവും? ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത് ലവ് ആൻഡ് ലൈറ്റ് ആണ് ഒരാളുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ലവ് ആൻഡ് ലൈറ്റ് നമ്മളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേർവഴിക്ക് പോകും, നമ്മൾ എഡിക്ഷൻസിലേക്ക് പോവില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 10 വയസ്സുള്ള കുട്ടി മുതൽ നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇപ്പം എൻ്റെ അടുത്ത് കുറേ പേര് വരും ലേറ്റ് ഒരു 70 ആ ഒരു 60-70 പഠിക്കുമ്പോൾ അവർ പറയുന്നത് ലേറ്റായി പോയി മാഡം, ഈ ഒരു എനർജി എൻ്റെ കയ്യിൽ എത്താനെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. സോ അപ്പം ഞാൻ പറയുന്നത് 10 വയസ്സ്, ഇപ്പം എൻ്റെ 2 മക്കൾ, എൻ്റെ നീസും എൻ്റെ നെവ്യൂ എല്ലാവരും റേക്കി ചാനൽസ് ആണ്. സോ അവർ ഇപ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ ലൈക്ക് വരുമ്പം ആ ഒരു ഇൻറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ ആ ഒരു നന്ദി പറയുന്ന പ്രാക്ടീസ് വരുമ്പം അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ട്രാക്കിലാണ്. നമുക്ക് എല്ലാം എന്താ പറയുക അവരുടെ നമുക്കൊന്നും അവരോട് ഇത് ചെയ്യ് അത് ചെയ്യ് പറയണ്ട, കാരണം റേക്കി കൂടെ ഉണ്ട്. ഒരു കവചകുണ്ടലും, ഈ കർണന്റെ കവചകുണ്ടലും പോലെ റേക്കി എനർജി കൂടെ നിൽക്കുക. ഇത് പോകുമ്പം ഇത് വേണ്ട, അത് അങ്ങോട്ട് പോകുമ്പോൾ അത് വേണ്ട, കാരണം നമ്മളെ നേർവഴിക്ക് എത്തിക്കുകയാണ്. തെറ്റാണ് എന്നുള്ളത് ഇപ്പം എനിക്ക് പറഞ്ഞു തന്ന പോലെ തന്നെ അവർക്കും കിട്ടും. തെറ്റാണ് ഒരു നമ്മൾ പോകണമെങ്കിൽ ഒരിക്കലും അവർക്കൊരു സമാധാനത്തിൽ പോകാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് എന്നെ സ്റ്റുഡൻസും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം അമ്മ എനിക്ക് തോന്നി അത് ചെയ്യേണ്ട, പക്ഷെ ഞാനത് ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിച്ചു ചെയ്യേണ്ട എന്നുള്ള കാര്യം എന്തിനാ ചെയ്യുന്നത്? അത് പറയുമ്പോൾ ശരിയാ, അത് ചെയ്യേണ്ടെന്ന് ഒരു എനർജി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവില്ല നമുക്ക് ഇത്ര ചെറുപ്പത്തിൽ ഒരു 10 വയസ്സ് മുതൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോവുക. ഈ ലവ് ആൻഡ് ലൈറ്റ് ആയിട്ടും നമ്മളെ എനർജി, ഒരു നല്ലൊരു എനർജി നമ്മളെ കയ്യിലുണ്ട്. എത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ, അതായത് എത്ര വയസ്സ് കുറച്ച് പഠിക്കാൻ പറ്റുമോ അന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം അത് വിചാരിച്ചിട്ട് പ്രായമുള്ളവർക്ക് പഠിക്കരുതെന്നല്ല, എന്നാണോ ഇത് നമ്മളെ കയ്യിൽ കിട്ടുന്നത് അന്നു മുതൽ നമുക്കത് പ്രയോഗിച്ചു. മറ്റ് പാഠ്യവിഷയങ്ങളൊന്നും ഒന്നും ഡിസ്റ്റർബ് ഇല്ല. നമ്മളുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടി ഒരു 20 മിനിറ്റ്, രാവിലെ 10 മിനിറ്റ്, വൈകുന്നേരം 10 മിനിറ്റ്, ഇത് നമ്മൾ ലൈഫിൽ മാറ്റി വെക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഒരാൾ
എന്താണ് ചെയ്യുക അല്ലെ? വേറെ എന്ത് രീതിയിലാണ് അവർ മാറ്റം അല്ല, പ്രതീക്ഷിക്കുന്നത്? കുട്ടികൾക്ക് കൂടുതൽ ഇപ്പം ഈ ഓർമ്മശക്തി ഇപ്പം ഈ എക്സാം ഒക്കെ വരുമ്പോൾ അവർക്ക് അനാവശ്യ ഭീതിയൊക്കെ വന്നിട്ട് അറിയാവുന്നുള്ള ഉത്തരം പോലും മറന്നു പോകുന്നൊരു അവസ്ഥയുണ്ട്. അവർ അതിനുശേഷം വന്ന് സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഈ വാർത്തകൾ കേൾക്കുന്നതാണ്. അപ്പം അത്തരം സാഹചര്യം ഉള്ള സമയത്ത് ഇത്തരം ഈ റെക്കി പോലുള്ള കാര്യങ്ങൾ ആ കുട്ടികൾക്ക് എത്രത്തോളമാണ് ഗുണം? എൻ്റെ അടുത്ത് കുറെ കുട്ടികൾ പഠിച്ചു വരുമ്പം എക്സാമിന് പണ്ടൊക്കെ പോകുമ്പം എല്ലാം പഠിച്ചതൊക്കെ അപ്പം മറന്നു പോകും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവരെ കൂടുതൽ സ്ട്രെസ്സാണ് അവരെ ഈ മറതി വരുന്നത്. ഇപ്പം നമ്മളിപ്പം ഞാൻ പറഞ്ഞ മാതിരി റേക്കി എനർജി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കാമാവും, ഒരു ഹാർമോണിയസ് സ്റ്റേജിലായിരിക്കും നമ്മൾ 7 ചക്രാസിനെ അത് വെക്കുക. അപ്പം തന്നെ നമ്മൾ കാമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കത് വൃത്തിയിൽ പോയിട്ട് നമ്മൾ പഠിച്ച കാര്യം ഒരു 10% ആണെങ്കിൽ ആ 10% നമുക്ക് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്റ്റുഡൻസ് അധികം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ചെറിയ കുട്ടികളിലാണ്. കാരണം അവർക്ക് ഇപ്പം വലിയ ആൾക്കാർ അങ്ങനെയല്ല പറയുന്നത്, അവർക്ക് ഒരു എന്താ പറയാ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പം കുറച്ച് ഞാൻ പ്രായത്തിനെ കുറ്റം പറയല്ല, സാധാരണ ഇത്രയും കാലം അങ്ങനെയല്ല, ഇത്രയും കാലം എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് ഇതാണ് കിട്ടിയത്. ഇതിപ്പോ പെട്ടെന്ന് ഇത്രയും എളുപ്പമായ മാർഗത്തിലൂടെ ചേഞ്ച് ആവും എന്ന് പറയുമ്പോൾ അവർക്കത് ആക്സെപ്റ്റ്, ഞാൻ പറഞ്ഞ മാതിരി ഫുൾ സറണ്ടറൻസ് ആണ് ഇവിടെ ആവശ്യം. അപ്പം ഈ എനർജി ഇത് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എന്താ പറയാ ഒരു 0.001% പോലും ഡൗട്ട് ഉണ്ടാവരുത്. ഈ എനർജി ഇതെനിക്ക് ചെയ്യും, ഇതിനെ ഞാൻ സറണ്ടർ ചെയ്യാം. അപ്പം ഏറ്റവും നിഷ്കളങ്കം നമ്മൾ കുട്ടികളെ പറയുമ്പോൾ നിഷ്കളങ്കമാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതാണ്, അത് പറഞ്ഞു കൊടുത്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, എനർജിയാണ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് നമ്മൾ കൂടെ പോകുന്നതിനെക്കാട്ടി ഇഫക്റ്റാണ് ഈ എനർജി കൂടെ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു എക്സാം സമയത്ത് മാത്രമല്ല, ഏതൊരു അവസ്ഥയിലും നമ്മളിപ്പോ കേൾക്കുന്നുണ്ട് കുട്ടികൾ അഡിക്ഷൻസിലേക്ക് പോകുന്ന, പാരന്റ്സിനോട് മിസ്ബിഹേവ് ചെയ്യുന്ന, ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഈ സമുദായത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കാര്യങ്ങളാണ് ഇവരെ മാറ്റുന്നത്. ഈവൻ പാരന്റ്സ് പോലും അവരറിയാണ്ട് അവരിങ്ങനെ എന്താ പറയാ പിടിച്ചമർത്തി വെക്കുമ്പോൾ അവർ വിചാരിക്കും ഇവര് പ്രൊട്ടക്റ്റഡ് ആണെന്ന്. പക്ഷെ അല്ല, അത് ആ ഒരു ഇത് സഹിക്കാൻ പറ്റാത്ത സഫക്കേഷൻ ഇവര് പുറത്തേക്ക് ചാടി പോവുക ചെയ്യുന്നത്. ഇത് കൊടുക്കുമ്പം അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്താ ശരിയെന്ന് അവർക്ക് അറിയാം. കാരണം എനർജി കൂടെ ഉണ്ട്, അതെപ്പോഴും നമ്മളെ കാമാക്കി വെക്കുന്നു, നമ്മളെ ആക്റ്റീവാക്കി വെക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും അമ്മ അത് പറയുന്നുണ്ട്, ഇതായിരിക്കും റീസൺ. നമ്മൾ ബാക്കിയുള്ളവര് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. അവരത് പറയുന്നത് ഇതുകൊണ്ടാണ്, ഞാനത് ചെയ്ത ഇത് മാറും എന്നുള്ള ആക്സെപ്റ്റൻസ് നമ്മളുടെ ഉള്ളിൽ വരും.